നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് രാഹുവിൻ്റെ പരിഹാരങ്ങളാണ്. വളരെ വ്യത്യസ്തമായിട്ടുള്ള, നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാൻ കഴിയാത്ത പ്ലാനറ്റാണ് രാഹുവും കേതുവും. അതുകൊണ്ട് തന്നെ ഇവരെ ഡെസ്റ്റിനി പ്ലാനറ്റുകൾ എന്നാണ് പൊതുവെ അസ്ട്രോളജേഴ്സ് പറയുന്നത്. നമ്മുടെ വിധിയെ നിയന്ത്രിക്കുന്ന പ്ലാനറ്റുകളാണ് രാഹുവും കേതുവും. രാഹുകേതുക്കളുടെ പരിഹാരം കൃത്യമായിട്ട് ചെയ്താൽ ദൃഢാദൃഢ ഫലങ്ങളുടെ കാരകന്മാരാണ് രാഹുകേതുക്കൾ. അതുകൊണ്ട് തന്നെ ദോഷങ്ങൾ വളരെ പെട്ടെന്ന് ഭവിക്കുന്നത് പോലെ തന്നെ സുഹൃതങ്ങൾ ചെയ്താൽ വളരെ പെട്ടെന്ന് തന്നെ സുഹൃതാനുഭവങ്ങൾ തരുന്ന ഗ്രഹമാണ് രാഹുവും കേതുവും. അതിൽ പ്രത്യേകിച്ച് രാഹുവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുള്ള വീഡിയോസ് ഒന്ന് പോയി കാണണം. കണ്ടിട്ട് വേണം ഈ വീഡിയോ കാണാൻ. കാരണം എന്താ വെച്ചാൽ അതിൽ നന്നായിട്ട് നമ്മൾ കുറേയൊക്കെ കാരകത്വങ്ങൾ നമുക്ക് യുക്തി കൊണ്ട് മനസ്സിലാക്കത്തക്ക രീതിയിൽ അതിൽ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ട് വേണം ഇങ്ങോട്ട് കയറാൻ. എന്തൊക്കെ പറഞ്ഞാലും രാഹുവിൻ്റെ കാരകത്വങ്ങളിൽ പ്രധാനമായിട്ടും പാമ്പ്, സർപ്പദോഷം, ത്വക്ക് രോഗങ്ങൾ, ധൈര്യം, അന്യഭാഷ, അന്യനാട്ടിൽ പോയിട്ട് സക്സസ്ഫുൾ ആവുന്നത്, സാഹസികത്വം, വിഷം, അതുപോലെ നമ്മുടെ കെമിക്കൽസ് ചേർന്നിട്ടുള്ള ഫുഡുകൾ. ഇത്ര ഓർത്താൽ മതി. വ്യാഴം എന്ന് പറയുന്നത് മെയ്ഡ് ഇൻ ജപ്പാൻ ആണെങ്കിൽ രാഹു എന്ന് പറയുന്നത് മെയ്ഡ് ഇൻ ചൈനയാണ്. എല്ലാത്തിൻ്റെയും, പ്രപഞ്ചത്തിലുള്ള സർവ്വ വിഷയത്തിൻ്റെയും കള്ളത്തരം, ഡ്യൂപ്ലിക്കേറ്റുകൾ ഉള്ളതാണ് രാഹു. ഇപ്പം ആധ്യാത്മികതയിൽ ഏറ്റവും ഉത്തമനായിട്ടുള്ള ആചാര്യൻ വ്യാഴമാണെങ്കിൽ ഏറ്റവും ഉത്തമനായിട്ടുള്ള സന്യാസി, അതായത് വിരക്ത പുരുഷൻ ശനിയാണെങ്കിൽ രാഹു ഇതിൻ്റെ രണ്ടിൻ്റെയും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവും. വേഷം കെട്ടലുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. മൺപുറ്റ്, ചണ്ടാലന്മാർ, കാട്, അപസ്മാരം, കോളറ, ബാക്ടീരിയൽ വൈറൽ രോഗങ്ങൾ, ബയോടെക്നോളജി, വിദേശവാസം, ദുർമരണം, ത്വക്കിലുണ്ടാവുന്ന ഇഷ്യൂസ്, സർപ്പക്കാവുകൾ, അതേപോലെ തന്നെ പ്രണയവിവാഹങ്ങൾ, എക്സ്ട്രാ മാരിറ്റൽ ലൈഫ്, സിറ്റുവേഷൻഷിപ്പ്, പ്രേമിച്ച് ചതിക്കുന്നത്, ബ്രേക്കപ്പുകൾ, പെട്ടെന്നുണ്ടാകുന്ന ബ്രേക്കപ്പുകൾ, ഇതൊക്കെ രാഹുവിൻ്റെ കാരകത്വമാണ്. പെട്ടെന്നുണ്ടാകുന്ന ചേഞ്ച് ഓവറുകൾ ലൈഫിൽ, ഓർക്കാപ്പുറത്തുള്ള തിരിച്ചടികൾ, മിറാഷ് പോലെയായിരിക്കും പല കാര്യങ്ങളും. ഉണ്ടെന്ന് തോന്നും, നമുക്കിവരെല്ലാം ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിലുള്ളവരാണെന്നൊക്കെ തോന്നിയിട്ട് ഒറ്റ നിമിഷം കൊണ്ട് നമ്മളൊരു വൻ വീഴ്ചയിലേക്ക്, മാനസികമായിട്ടുള്ള വൻ വീഴ്ചകളിലേക്ക് പോകുന്നത്, ഇതെല്ലാം രാഹുവിൻ്റെ കാരകത്വത്തിൽ പെടുന്നതാണ്. അച്ഛൻ്റെ അച്ഛൻ, അതേപോലെ ഞാൻ മുൻപേ പറഞ്ഞ പോലെ രഹസ്യ ബന്ധങ്ങൾ, രഹസ്യ പ്രണയങ്ങൾ, ജസ്റ്റ് ഒന്ന് സംസാരിക്കാൻ വേണ്ടി മാത്രം ഉള്ള പ്രണയം, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ശാരീരിക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു പ്രണയം, അതിനപ്പുറമായിട്ടൊരു കമ്മിറ്റ്മെൻ്റ് ഇല്ലാതെ വരിക, കൂടെ നിൽക്കുന്ന ആളിനെയൊക്കെ വലിച്ചടുപ്പിച്ചിട്ട് പ്രേമിച്ചിട്ട് അവരുടെ ആവശ്യം കഴിയുമ്പം, ആ സിറ്റുവേഷൻ കഴിയുമ്പം, അല്ലെങ്കിൽ ആ സിറ്റുവേഷനിൽ നിന്ന് അവർ ഓവർകം ചെയ്ത് കഴിയുമ്പം അവർ കളഞ്ഞിട്ട് പോകുന്നത്, സിറ്റുവേഷൻഷിപ്സ്, ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സും കൊളീഗ്സും ഒക്കെ ആയിട്ടുള്ള ജസ്റ്റ് ഒരു ഫൺ പോലത്തെ പ്രണയങ്ങൾ, ഇതെല്ലാം രാഹുവാണ്. ബാറുകൾ, പബ്ബുകൾ, നിശാ സങ്കേതങ്ങൾ, ഇതിനൊന്നും ഒരു സ്ഥിരതയില്ല. ഇതൊക്കെ ഒരു ഫാൻറ്റസി അല്ലേ. അപ്പം ആ ഫാൻറ്റസികൾക്ക് ഒക്കെ രാഹുവാണ്. അത് ഒരുപാട് നാൾ നിൽക്കില്ല. അത് അല്ലെങ്കിൽ ശിരസ് മാത്രമേ ഉള്ളൂ, ഉടലില്ലാത്തതുപോലെ തന്നെ ആ ശിരസ് കുറച്ച് കഴിയുമ്പം ഇതെല്ലാം മടുക്കും. ഇതിനു വേണ്ടി വാദിക്കുന്നവർക്ക് പോലും ലാസ്റ്റ് ഇതൊന്നും ഇല്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ സ്റ്റേറ്റിലേക്ക് പോയിട്ട് ജീവിതം നരകയാതനകളിലേക്കും അർത്ഥമില്ലാത്ത അവസ്ഥയിലേക്കും പോകും. രോഗശയ്യയിൽ പെട്ടുപോകുന്ന അവസ്ഥ, ഇതെല്ലാം രാഹുവാണ്. വാസ്തവത്തിൽ രാഹു എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫാൻറ്റസി വേൾഡാണ് രാഹു എന്ന് പറയുന്നത്. അപ്പം അത് മനസ്സിലാക്കുക. രാഹുവിൻ്റെ ദശയും അപഹാരവും നടക്കുന്ന സമയത്തുണ്ടാവുന്ന പ്രണയബന്ധങ്ങളൊന്നും തന്നെ നിങ്ങൾ ലോയലിറ്റിക്കും ട്രസ്റ്റിനും ഒക്കെ വലിയ വാല്യൂ കൊടുക്കുന്നവരാണെങ്കിൽ, ജീവിതത്തിൽ ധനത്തെക്കാട്ടിലും സ്വന്തം സ്വാർത്ഥതയെക്കാട്ടിലും നേട്ടങ്ങളെക്കാട്ടിലും കൂടുതൽ വില നിങ്ങളതിന് കൊടുക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ, രാഹുവിൻ്റെ ദശയെ അപഹാരം നടക്കുന്ന സമയത്തുണ്ടാകുന്ന പ്രണയബന്ധങ്ങളൊന്നും തന്നെ നിങ്ങൾക്ക് ശാശ്വതമാവില്ല. നന്നായി ശ്രദ്ധിക്കുക. കുടുംബജീവിതത്തിലാണെങ്കിലും രാഹുവിൻ്റെ ദശയോ അപഹാരമോ നടക്കുന്ന സമയത്ത് എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടായാൽ വേണ്ട പരിഹാരങ്ങൾ ഞാൻ പറയാം.
അത് അനുസരിച്ച് ചെയ്ത് പൊക്കോണം. ഇല്ലെങ്കിൽ അത് വലിയ പ്രശ്നങ്ങളിലേക്കും ചിലപ്പം റിലേഷൻഷിപ്പ് ബ്രേക്കപ്പിലേക്കൊക്കെ കൊണ്ടുപോകും. റിലേഷൻഷിപ്പ് ബ്രേക്കപ്പിൻ്റെ ആളാണ് രാഹു. അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധിക്കുക. അമിതവും അകാരണവുമായ ഭയം, ഉത്കണ്ഠ, മതിഭ്രമങ്ങൾ, ഫാൻറ്റസിയാണ്, ഇല്യൂഷൻസാണ്. ഇതൊക്കെ രാഹു ജാതകത്തിൽ അനിഷ്ടഫലദാതാവായിട്ട് വന്നാലുള്ള കാര്യങ്ങളാണ്. ഹൈപ്പർ സെൻസിറ്റിവിറ്റി, വളരെ വികാര വിക്ഷോഭങ്ങളോടുകൂടി പെരുമാറുക, ലഹരി വസ്തുക്കളോടുള്ള, പ്രത്യേകിച്ച് ഈ കെമിക്കൽ ലഹരി വസ്തുക്കളോടുള്ള, ഞാൻ മുമ്പേ പറയുന്നത് പബ്ബ്, പാർട്ടി, ഇങ്ങനെയൊക്കെയുള്ള വസ്തുക്കളിൽ സൈക്കിഡലിക്സ് എന്ന് പറയാൻ പറ്റില്ല, ഡ്രഗ്സിനോടും സിന്തറ്റിക്സിനോടും ഒക്കെയുള്ള ഒരു അഡിക്ഷൻ, അത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പോകാൻ ഭയങ്കര പാടാണ്. പ്രത്യേകിച്ച് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൂടെ. അതുപോലെ തന്നെ സെക്ഷുവൽ ഫാൻറ്റസികൾ, ഇതിലൊക്കെ പോയി പെട്ടുപോയാൽ ഊരാൻ ഭയങ്കര പാടാണ്. സിന്തറ്റിക്സുകൾ, ഭ്രമാത്മകവും വൈകാരികവുമായിട്ടുള്ള മാനസിക തലങ്ങളോടും അങ്ങനെയൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നതിനോടുമൊക്കെയുള്ള ഒരു അടിമപ്പെടലുണ്ടാവും. ജീവിതത്തിൽ എല്ലാവർക്കും ഫാൻറ്റസികളുണ്ടാവും, പ്രണയങ്ങളുണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷേ ലൈഫിൻ്റെ പർപ്പസ് നശിപ്പിക്കുന്ന, ഈ ജന്മം പാഴാക്കി കളയുന്ന, നിങ്ങളെ നിങ്ങളല്ലാതാക്കുന്ന, നിങ്ങളെ വേറൊരു കാര്യം നിയന്ത്രിക്കുന്ന ഡ്രഗുകളുടെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സുഖവസ്തുക്കളുടെയോ പുറകിന് പോകരുത്. കാരണം നിങ്ങളുടെ ലൈഫ് അവിടെ തീരുക ചെയ്യുന്നത്. ഈ ജന്മം എന്നേക്കുമായിട്ട് അവിടെ അവസാനിക്കുക ചെയ്യുന്നത്. കരകയറാൻ പറ്റത്തില്ല. രാഹുവിൻ്റെ എന്ന് പറഞ്ഞാൽ പാമ്പ് ചുറ്റിപ്പിണഞ്ഞതുപോലെയാണ് രാഹു തരുന്ന അസുഖങ്ങളും പലതും. ഭ്രമം വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ, ത്വക്ക് രോഗം വന്നാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പാടാണ്. സർപ്പശാപങ്ങൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഭയങ്കര പാടാണ്. ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ അനുഗ്രഹം കൊണ്ടുണ്ടായ പരീക്ഷിത്ത് പോലും സർപ്പത്തിൻ്റെ, തക്ഷകൻ്റെ തീണ്ടലുകൊണ്ടാണ് മരിക്കുന്നത്. അപ്പോൾ ആലോചിച്ചോണം, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്, യോഗശക്തി കൊണ്ട് ഗർഭാവസ്ഥയിൽ രക്ഷപ്പെട്ടു വന്ന ആളാണ് പരീക്ഷിത്ത് മഹാരാജാവ്. ഭാഗവതത്തിൽ ആ കഥ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇവിടെ അത് പറയുന്നില്ല എന്നേ ഉള്ളൂ. ഭാഗവതം വായിച്ച് നിങ്ങൾക്കത് മനസ്സിലാക്കാം. അപ്പം സർപ്പശാപം എന്ന് പറയുന്ന കുടുംബനാശയോഗമാണ്. രാഹു നമ്മളുടെ ജീവിതത്തെ തന്നെ, നമ്മുടെ മുന്നോട്ടുള്ള യാത്രയെ തന്നെ നശിപ്പിക്കുന്നതാണ്. അപ്പം രാഹുവിൻ്റെ കാരകത്വത്തിലുള്ള വിഷയങ്ങളിൽ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത്, നമ്മൾ വിഷമിച്ചിരിക്കുന്ന സമയത്ത്, നമ്മൾ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് നാച്ചുറലി പോയി ഹുക്ഡ് ആവാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സൗഹൃദങ്ങളിൽ ഇടപെടാൻ സാധ്യതയുണ്ട്. പക്ഷെ നിങ്ങൾ ആലോചിച്ചോണം, ഇവരാരും തന്നെ ജീവിതത്തിൽ ഫാമിലി ലൈഫ് കൊണ്ടോ പ്രൊഫഷണൽ ലൈഫ് കൊണ്ടോ പല മേഖലകളിലും ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഇവരൊക്കെ തന്നെ വൻ പരാജയങ്ങളായിരിക്കും എന്നുള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കണം. ഒരു പ്രായം കഴിയുമ്പോഴേ അല്ലെങ്കിൽ ഒരു കാലം കഴിയുമ്പോഴേ നിങ്ങൾക്കത് തിരിച്ചറിയുകയുള്ളൂ എന്നുള്ളതും കൂടി ഓർത്തുകൊള്ളുക. രാഹു ഫാൻറ്റസിയാണ്, ഫാൻറ്റസി റിയാലിറ്റി അല്ല. വ്യാഴമാണ് റിയാലിറ്റി, രാഹു ഫാൻറ്റസിയാണ്. ശുക്രനാണ് റിയാലിറ്റി, രാഹു ഫാൻറ്റസിയാണ്. ശുക്രൻ റൊമാൻസാണ്, ലവ് ആണ്, ബോണ്ടിങ് ആണെങ്കിൽ ഇതൊക്കെ ഉള്ളതുപോലെ തോന്നിപ്പിക്കുന്നത് മാത്രമാണ് രാഹു. എന്ന് വെച്ചിട്ട് രാഹു അനുഗ്രഹിച്ചാൽ ഭൗതികപരമായിട്ടുള്ള ഒരുപാട് സന്തോഷങ്ങൾ തരും കേട്ടോ. ആളാണെങ്കിൽ, അതായത് വ്യാഴത്തോടൊപ്പം യോഗം ചെയ്ത് നല്ല രീതിയിലൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടാത്ത ബന്ധങ്ങളല്ല, നിങ്ങളെ വളർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്നതിനെല്ലാം രാഹു നശിപ്പിച്ച് കളയും. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളൊരു വലിയ പർപ്പസുമായിട്ടാണ് ഈ ലൈഫ് കൊണ്ടുവന്നെങ്കിൽ നിങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന ബോണ്ടിങ് ഉള്ളവർ ഒക്കെ ടോക്സിക് വാമ്പേഴ്സ് ആണെങ്കിൽ, അല്ലെങ്കിൽ അവർ ഒരു ട്രോമ ബോണ്ടിങ് ഒക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് നിങ്ങളുടെ വളർച്ചയ്ക്ക് തടസ്സമാകുന്ന ആൾക്കാരാണെങ്കിൽ, എനർജി റേഡിയേറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, രാഹുവിൻ്റെ ദശയോ അപഹാരവും വരുന്ന സമയത്ത് വളരെ വേദനയോടുകൂടി നിങ്ങളെ അതിൽ നിന്ന് പറിച്ചു മാറ്റും. ബ്രേക്കപ്പാണ്, കട്ട് ചെയ്ത് മാറും, കട്ട് ചെയ്ത് മുറിഞ്ഞ് മാറും. അങ്ങനെയും അനുഗ്രഹിക്കും. കാരണം ഈ ശനിപത്ത് രാഹു എന്ന് പറഞ്ഞ ഒരു സ്വഭാവം ഇതിനുണ്ട്. ശനിയുടെ കുറേ സ്വഭാവങ്ങളും രാഹുവിനുണ്ട്. അതുകൊണ്ട് തന്നെ ശനിയുടെ രീതിയിലുള്ള ഒരു സ്പിരിച്വലി നിങ്ങളെ വളർത്താൻ നോക്കും. ഒക്കൾട്ട് സയൻസിൻ്റെയും അതുപോലെ തന്നെ സ്പിരിച്വൽ ഇൻക്ലൈനേഷൻ്റെയും അതുപോലെ തന്നെ സ്പിരിച്വാലിറ്റിയിലെ പുതിയ മേച്ചിൽപ്പുറങ്ങൾ നേടിയെടുക്കുന്നതിനും കാലദേശങ്ങൾക്കനുസരിച്ച് സ്പിരിച്വാലിറ്റി അവതരിപ്പിക്കാനുള്ള ആചാര്യന്മാരുടെയും ഒക്കെ കാരകൻ രാഹുവാണ്. അതുകൊണ്ട് തന്നെ നല്ല കഴിവുള്ളവർ പലരും രാഹു ജാതകത്തിൽ മോശമാണെങ്കിൽ അയാർത്ഥമായിട്ടുള്ള ഫാൻറ്റസികളിൽ പോയിട്ട് അവരുടെ കഴിവുകളെ തിരിച്ചറിയാതെ സ്വന്തം ജീവിതം എന്നേക്കുമായിട്ട് നശിപ്പിക്കുന്ന പലരെയും എനിക്കറിയാം. പലരുടെയും അനുഭവങ്ങൾ ഞാൻ കണ്ടിട്ടുമുണ്ട്. അതുകൊണ്ട് രാഹുദശ
രാഹുവിൻ്റെ അപഹാരം ഇത്യാദി കാലങ്ങളിൽ നിങ്ങൾ വളരെ അലേർട്ടായിരിക്കണം എന്നുള്ളതാണ്. എല്ലാ ദശയിലും ആ ദശയുടെ കാരകത്വം അനുസരിച്ച് അലേർട്ടായിരിക്കണം. പക്ഷേ രാഹു ദശയിൽ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കണം കേട്ടോ. പെട്ടെന്ന് പണി കിട്ടും, പെട്ടെന്ന് മാനസികമായിട്ടുള്ള വിഷമങ്ങളൊക്കെ ഉണ്ടാവും. രാഹു കേതു ഒക്കെ അതിൽ നിന്ന് കരകയറാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഇമോഷണലായിട്ടുള്ള എമ്പത്തായിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും പറയുകയും വേണ്ട. രാഹുവിൻ്റെ ദശ, രാഹു നന്നായിട്ട് സ്വാധീനിച്ച ആൾക്കാർ എപ്പോഴും ഒരു ഒളിവും മറയും ഉണ്ടാവും. അവർക്ക് എപ്പോഴും ഒരു ഒളിവുണ്ടാവും. ഉള്ളിൽ നല്ല വിഷം സൂക്ഷിക്കുന്നവരായിരിക്കും. മറ്റുള്ളവരുടെ പെയിനോ വിഷമങ്ങളെക്കുറിച്ചോ ഒന്നും അവർ ചിന്തിക്കില്ല. പ്രകടിപ്പിക്കും. അയ്യോ ഭയങ്കര സ്നേഹമായിരിക്കും, ഭയങ്കരമായിട്ട് സ്നേഹം നമ്മുടെ അടുത്ത് കുടഞ്ഞിടും, ഭയങ്കരമായിട്ട് നമ്മളെ സ്നേഹിക്കുന്ന പോലെ പ്രകടിപ്പിക്കും. പക്ഷെ പ്രകടനങ്ങളല്ലാതെ അതിനപ്പുറമായിട്ടൊന്നും ഉണ്ടാവില്ല. അതേപോലെ ജീവിതത്തിലും വിലപ്പെട്ട സമയങ്ങൾ പാഴാക്കുന്നതിനെക്കുറിച്ച് ഇവർ ബോധവാന്മാർ ആവുകയില്ല എന്നുള്ളതാണ്. നീച സ്ത്രീകൾ, നീച പുരുഷന്മാരുമായിട്ടുള്ള സഹവാസങ്ങൾ, നീച ജനങ്ങളുമായിട്ടുള്ള സഹവാസങ്ങൾ, ബന്ധങ്ങൾ, സാഹസങ്ങൾ, കാട് മല അതുപോലുള്ള കാര്യങ്ങളിലേക്കൊക്കെയുള്ള യാത്രകൾ, ബൈക്ക് റൈഡിങ് പോലുള്ള കാര്യങ്ങൾ, അതേപോലെ ഓഫ് റോഡ് കാര്യങ്ങൾ, സാഹസങ്ങളുള്ള കാര്യങ്ങൾ, ആർട്ടിഫിഷ്യലായിട്ടുള്ള കുറേ എൻജോയ്മെൻറ്റുകൾ, കുനിഞ്ഞു നോക്കിയിട്ട് ആരെയും മുഖത്ത് ഫേസ് ചെയ്യാതെ കുനിഞ്ഞു നോക്കിയിട്ട് നടക്കുന്ന സ്വഭാവം, അതുപോലെ തന്നെ അന്യഭാഷയോടും സ്വന്തം സംസ്കാരത്തെക്കാട്ടിലും കൂടുതൽ അന്യഭാഷ, അന്യ സംസ്കാരങ്ങളും അന്യ വിഷയങ്ങളോടുമൊക്കെയുള്ള ഒരു സ്നേഹവും അടുപ്പവും ഒക്കെ കാണിക്കുന്ന ഒരു രീതി, ഇതൊക്കെ രാഹു ഒരാളുടെ ജാതകത്തിൽ കൊടുക്കുന്ന സൂചനകളാണ് കേട്ടോ. അതുപോലെ തന്നെ ജീവിതത്തിൽ ഇവർ പലപ്പോഴും വിഷബാധയൊക്കെ ഏൽക്കാനുള്ള സാധ്യതയുണ്ട്. ഈ ഫുഡ് പോയിസൺസ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മരുന്നൊക്കെ മാറിപ്പോവുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള വിഷങ്ങൾ ഏൽക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. മനസ്സിനും പലരുടെയും വിഷയങ്ങൾ കാരണം മനസ്സിന് കൊത്തുകൊണ്ട് വേദനിക്കേണ്ട അവസ്ഥകൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ സർപ്പവിഷം, പാമ്പ് കടി ഏൽക്കുക, എട്ടുകാലി വിഷങ്ങൾ, അലർജികൾ, അലർജറ്റിക് രോഗങ്ങൾ പലതും, ത്വക്ക് രോഗം, അതുപോലെ തന്നെ മറ്റേ സറ്റിൽ എനർജീസിൻ്റെ ആയിട്ടുള്ള പിശാച് ബാധ, സർപ്പബാധ, ബാലഗ്രഹപീഡ, ഭൂതപീഡ, പ്രേതപീഡ, അതുപോലെ സൂയിസൈഡ് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ സാന്നിധ്യങ്ങൾ അത് കാണാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അവരുടെ ഇൻഫ്ലുവൻസ് കാരണമുണ്ടാകുന്ന മൈൻഡ് ചേഞ്ചസ്. രാഹുവിൻ്റെ ദശ അപഹാര കാലഘട്ടങ്ങളിലും മൈൻഡ് ടെർബുലൻസ്, അതായത് മാനസിക വിക്ഷോഭങ്ങൾ, ഭയങ്കര പട്ടപ്പെടാന്ന് മനസ്സിങ്ങനെ പതറിക്കൊണ്ടേയിരിക്കും. ഒരു കാരണവശാലും ഈ കാലഘട്ടങ്ങളിൽ നിങ്ങൾ ഈശ്വരനെ ഡിപ്പെൻഡ് ചെയ്യുകയല്ലാതെ ഒരാളിലോ അല്ലെങ്കിൽ മദ്യം, മയക്കുമരുന്ന്, സ്ത്രീ അല്ല പുരുഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും പോയിട്ട് റിലേ ഓൺ ചെയ്യരുത്. ചെയ്താൽ നിങ്ങൾക്ക് കയറി വരാൻ പറ്റില്ല. പിന്നീട് കുറ്റബോധമാവും. അതിൽ നിന്ന് കരകയറാൻ പറ്റാതെ വീണ്ടും നിങ്ങൾ അതിലേക്ക് പോവും. അങ്ങനെ ഒരു മടുപ്പ് ജീവിതത്തിൽ ഉണ്ടാവും. അങ്ങനെയാണ് സൂയിസൈഡ് ടെൻഡൻസിയിൽ, ഡിപ്രഷൻ്റെ ഒരു സ്റ്റേജൊക്കെ എത്തി സൂയിസൈഡ് പോലുള്ള കാര്യങ്ങളിലേക്കൊക്കെ എത്താനുള്ള സാധ്യതയുണ്ട്. സോ വളരെ തൂങ്ങി മരിക്കുന്നതിൻ്റെയും വിഷം കഴിച്ച് മരിക്കുന്നതിൻ്റെയും ഒക്കെ സൂചന തരുന്ന പ്ലാനറ്റാണ് രാഹു. അതുകൊണ്ട് തന്നെ ഈ പരിഹാരം ചെയ്താലേ ഇതുപോലെ അനുഗ്രഹിക്കുന്ന ഒരു ഗ്രഹം വേറെയില്ല. അതുകൊണ്ട് തന്നെ രാഹുവിനെ നന്നായിട്ട് നമുക്ക് ആശ്രയിക്കാം. രാഹുവിൻ്റെ പരിഹാരങ്ങൾ ഞാൻ പറയാം. രാഹുവിൻ്റെ പരിഹാരത്തിലേക്ക് കിടക്കുമ്പം എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു അനുഭവം പറയാം. രാഹു എൻ്റെ ജാതകത്തിൽ സ്വാധീനിച്ചതും അത് പരിഹാരം ചെയ്തപ്പോൾ ഉണ്ടായ മാറ്റവും എത്രയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതെൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആട്ടോ. അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് എൻ്റെ ഗുരു പറഞ്ഞു തന്നതുകൊണ്ട് തന്നെ ഞാൻ ആ സമയം മുതൽ അത് കൃത്യമായി ചെയ്യുകയും കുറേ സ്ട്രഗിളിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പുള്ളി തന്നെ ആ ഒരു ബോധം, ആ ഒരു കോൺഷ്യസ്നെസ്, രാഹുവിൻ്റെ ഒരു പ്ലെയിൻ എന്നെ അനുഗ്രഹിക്കുകയും ചെയ്തു. അതിന് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ശ്രീകാളഹസ്തി ക്ഷേത്രം. ഈ രാഹു കേതു ദോഷമുള്ളവർക്ക്, അല്ലെങ്കിൽ കാളസർപ്പദോഷമുള്ളവർക്ക്, അല്ലെങ്കിൽ കാലസർപ്പദോഷമുള്ളവർ മാത്രമല്ല, നിങ്ങൾ ശരിക്കും അവിടെ കാളഹസ്തി, അതായത് കാലസർപ്പം പൂജിച്ചിരുന്ന പ്രാണസ്വരൂപനായ വായു സ്വരൂപനായിട്ടുള്ള സർപ്പങ്ങൾ ആരാധിക്കുന്ന വായുലിംഗമാണ് ശരിക്കും ശ്രീകാളഹസ്തി. പഞ്ചഭൂത ലിംഗങ്ങളിൽ വായുസ്ഥാനമുള്ള സ്ഥലമാണത്. അവിടെ പോയി നിങ്ങൾ രാഹുയുധ പൂജ കഴിക്കുന്നതും ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും വർഷത്തിലൊരിക്കലെങ്കിലും നിങ്ങളത് ചെയ്താൽ
രാഹു സംബന്ധമായിട്ടുള്ള ദോഷത്തിനൊരു വലിയ പരിഹാരം ആണത്. കാരണം അത്രയും ചൈതന്യം, സൂക്ഷ്മശക്തി നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് കാളഹസ്തി. ഇതൊന്ന്. അതല്ല എങ്കിൽ സർപ്പക്കാവുകളിൽ ആരാധനകൾ നടത്താം. അതേപോലെ മണ്ണാറശാല, വെട്ടിക്കോട്ട്, പാമ്പമേക്കാട്, അല്ലെങ്കിൽ അനന്തൻകാവ്, അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ സർപ്പാരാധനയ്ക്കുള്ള സ്ഥലമുണ്ടെങ്കിൽ അവിടെ ഇതൊക്കെ ചെയ്യുന്നത് വളരെ വിശേഷമായിരിക്കും. മറക്കരുത് കേട്ടോ, ചെയ്യണം. സർപ്പങ്ങളുടെ വിഷയത്തിൽ ഇപ്പോൾ വീട്ടിലാണെങ്കിൽ പോലും സർപ്പബലി, നൂറും പാലും ഒക്കെ കഴിക്കുന്നത് വളരെ വിശേഷമാണ്. നിങ്ങളുടെ സർപ്പക്കാവുകളിലും ഒക്കെ അത് ചെയ്യാം. അത് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് അത് ചെയ്യണം. ചെയ്യുന്നത് പുണ്യസ്ഥലങ്ങളിൽ പോയിട്ട് പ്രാർത്ഥിക്കുന്നതും ഗംഗാസ്നാനം ചെയ്യുന്നതും, തമിഴ്നാട്ടിലെ നവഗ്രഹ ക്ഷേത്രത്തിലെ രാഹുവിൻ്റെ ക്ഷേത്രത്തിൽ പോകുന്നതും ഒക്കെ വിശേഷം കേട്ടോ. അപ്പോൾ ഗംഗാസ്നാനം ചെയ്യുന്നത്, നമ്മൾ മറ്റ് ഗ്രഹങ്ങളിൽ പറഞ്ഞതുപോലെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ രാഹുവിൻ്റെ ഔഷധം എന്തൊക്കെയാണെന്ന് പറയാം. ഔഷധ സ്നാനത്തിനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഗജമതം, പാച്ചോറ്റി, എള്ളുചെടിയുടെ ഇല, മുത്തങ്ങ, കസ്തൂരി, കൂവളക്കായ, അരിതാരം, മനയോല, ഗുഗ്ഗുലു, ഇരുവേരി തുടങ്ങിയവ ഇട്ട് തിളപ്പിച്ച വെള്ളം 4-1 മാറ്റി അത് കലശം പൂജിച്ച് അഭിഷേകിക്കുന്നതും വിശേഷമാണ്. അതുപോലെ തന്നെ ചെമ്പകം ഇട്ട് കലശത്തിലിട്ട തിളപ്പിച്ച വെള്ളം അത് രാഹുപൂജ കഴിച്ചിട്ട് അഭിഷേകം കഴിക്കുന്നതും വിശേഷമാണ്. രാഹുവിൻ്റെ വസ്ത്രം എന്ന് പറയുന്നത് ഗ്രേ അല്ലെങ്കിൽ ബ്ലാക്ക് ആണ്. ഫുൾ ബ്ലാക്ക് അല്ലെങ്കിൽ ഗ്രേ നിറമാണ് രാഹുവിൻ്റെത്. രാഹുവിൻ്റെ നമ്പർ 4 കേട്ടോ. 4 വരുന്നത് രാഹുവിൻ്റെ നമ്പറാണ്. അതേപോലെ ഗ്രേ വസ്ത്രങ്ങൾ, ഗ്രേ കളർ, പുകയുടെയും കറുപ്പുമല്ലാത്ത ഒരു നിറം. അതുപോലെ തന്നെ പിന്നെ ശനിക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, നീല പുഷ്പങ്ങൾ. അതുപോലെ തന്നെ രാഹു ഭഗവാന്റെ അതിദേവതയായിട്ടുള്ള നാഗരാജാവിന് നാഗേശ്വരൻ്റെ ഇഷ്ടപുഷ്പമായിട്ടുള്ള പൂക്കുല, അടയ്ക്കാമരം ഉണ്ടല്ലോ, അടയ്ക്കാമരത്തിൻ്റെ പൂക്കുല കൊണ്ടുള്ള, ഇളം പൂക്കുല കൊണ്ടുള്ള അർച്ചനയും മാലയും ഒക്കെ അദ്ദേഹത്തിന് വിശേഷമാണ്. അപ്പോൾ അത് സമർപ്പിക്കുന്നതും അങ്ങനെയൊക്കെ ചെയ്യുന്നതും ഒക്കെ വിശേഷമാണ്. പൊതുവെ നീല നിറം ഉള്ള പൂക്കൾ, അതുപോലെ തന്നെ വൈഷ്ണവ സർപ്പങ്ങളാണെങ്കിൽ അനന്തൻ തുടങ്ങിയിട്ടുള്ള സർപ്പങ്ങളാണെന്നുണ്ടെങ്കിൽ വൈഷ്ണവ പുഷ്പങ്ങളും, ശൈവ സർപ്പങ്ങളാണെങ്കിൽ ശൈവ പുഷ്പങ്ങളുമാണ്. പൊതുവെ ഈ വൈഷ്ണവ സർപ്പങ്ങൾ, വൈഷ്ണവ ബന്ധമുള്ള രാഹുവിനെക്കാട്ടിലും കൂടുതൽ ആണ് ശൈവ ബന്ധമുള്ള രവി, ശനി, കുജൻ എന്നിവയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന രാഹു വളരെ ഡേഞ്ചറാണ്. ഭയങ്കര ഉഗ്രസ്വരൂപിയാണ്, ഭയങ്കര കോപമാണ്. അപ്പോൾ അത് നിങ്ങൾ ഓർത്ത് വെച്ചിട്ട് വേണം, അതിനനുസരിച്ച് വേണം പരിഹാരങ്ങൾ ചെയ്യാനും. അതുപോലെ ഗോമേതകമാണ് രാഹു ദോഷശാന്തിക്കുള്ള രത്നം. ഗോമേതകം വിധിയാവണ്ണം ധരിക്കുന്നതും, ഗോമേതകം മേടിച്ച് രത്നശുദ്ധി വരുത്തി അത് കൃത്യമായ ക്യാരറ്റിൽ അത് വാങ്ങി രത്നശുദ്ധി വരുത്തി അതിൽ രാഹു പൂജയൊക്കെ നടത്തി, അല്ലെ സർപ്പപൂജ നടക്കുന്നിടത്ത് വെച്ച് പ്രാർത്ഥിച്ച് അത് വേണ്ടത് ചെയ്ത് ധരിക്കുന്നതും വിശേഷമാണ്. ഒരുപാട് ശുദ്ധി വേണ്ട ഒരു ദേവതയാണ് സർപ്പങ്ങൾ. അതുകൊണ്ട് തന്നെ സർപ്പപൂജ, സർപ്പസംബന്ധമായിട്ടുള്ള വ്രതം ഇതൊക്കെ ചെയ്യുമ്പം ഐല്യപൂജ, ഐല്യവ്രതം അല്ലെങ്കിൽ രാഹുപൂജ, രാഹുവ്രതം ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നിഷ്ഠയും ശുദ്ധിയും നന്നായിട്ട് പാലിക്കണം കേട്ടോ. ഇല്ലെങ്കിൽ അതൊക്കെ രോഗമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ രാഹു ദോഷ ശാന്തിക്കായിട്ട് ഏത് ദിവസം വ്രതം അനുഷ്ഠിക്കണം എന്ന് ചോദിച്ചാൽ, രാഹു ഏത് ഗ്രഹത്തിൻ്റെ കൂടാണോ യോഗം ചെയ്തിരിക്കുന്നത്, ഏത് നക്ഷത്രത്തിലാണോ നിൽക്കുന്നത്, ആ നക്ഷത്രാധിപൻ്റെ ദിവസം നിങ്ങൾ വ്രതമെടുക്കാം. ഇപ്പോൾ ചൊവ്വയുടെ കൂടെ യോഗം ചെയ്യുക, ചൊവ്വയുടെ രാശിയിൽ ചൊവ്വയുടെ നക്ഷത്രത്തിലൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ ചൊവ്വാഴ്ച ദിവസം രാഹു ദോഷശാന്തിക്കായിട്ട് പരിഹാരം ചെയ്യാം. ഈ ദിവസങ്ങളിലെ രാഹുകാല സമയം നിങ്ങൾക്ക് രാഹുപ്രീതിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. സർപ്പപ്രീതി വരുത്താം. സർപ്പക്ഷേത്രങ്ങളിൽ ഇരുന്ന് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും അഷ്ടനാഗമന്ത്രവും സർപ്പസൂക്തവും ഒക്കെ ധാരാളം ജപിക്കുകയും ഒക്കെ ചെയ്യാം. രാഹുവിൻ്റെ പൂജയ്ക്ക് പൊതുവെ മാംസമാണ് അതിൻ്റെ നിവേദ്യം. ഇപ്പം വീരാരാധകരായിട്ടുള്ള ആൾക്കാരൊക്കെ രാഹു പൂജ കഴിക്കുമ്പോൾ മാംസം തന്നെയാണ് നിവേദിക്കുന്നത്. പക്ഷെ സാത്വികമായിട്ട് ആ ക്രിയ ചെയ്യുന്ന സമയത്ത് ഉപ്പ് ചേർക്കാത്ത അട മാംസപ്രതീകമായിട്ട് രാഹുവിന് നിവേദിക്കും. രാഹുപ്രീതിക്ക് 3 കൂട്ടിക്കെട്ടിയ കറുകയാണ് ഹോമിക്കേണ്ടത്. ഉഴുന്നാണ് രാഹുവിൻ്റെ ദാനവസ്തു. ഗോമേതകം, അശ്വം, നീലവസ്ത്രം, അതുപോലെ
വിവാഹ വിഷയങ്ങൾ, പ്രണയ വിവാഹങ്ങൾക്കൊക്കെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത്, അതിനൊക്കെ കൂടെ നിൽക്കുന്നതൊക്കെ രാഹുവിന് വളരെ ഇഷ്ടമുള്ള കാര്യം. ഇപ്പോൾ പ്രണയവിവാഹമൊക്കെ ആണെങ്കിൽ രാഹുകാലത്തിൽ നടത്തുന്നതും ഒക്കെ വളരെ നല്ലതാണ്. പിന്നെ രാഹുവിൻ്റെ ഒരുപാട് മന്ത്രങ്ങളും സ്തോത്രങ്ങളും ഒക്കെയുണ്ട്. വ്യാഴബന്ധമുള്ള രാഹു അനന്തനും, തൃച്ചി ശ്രീരംഗം അല്ലെങ്കിൽ നമ്മുടെ പത്മനാഭസ്വാമി, ഇതൊക്കെ അനന്തശയനായ വിഷ്ണുവാണ്. അപ്പോൾ അതൊക്കെ രാഹുപ്രീതിക്ക് നല്ലതാണ്. വൈഷ്ണവ ബന്ധമുള്ള അല്ലെ രാഹു വിഷ്ണുവുമായിട്ട്, അതായത് വ്യാഴവുമായിട്ട് യോഗം ചെയ്യുകയാണെങ്കിൽ നമുക്കത് ചെയ്യാം. ഇല്ലെങ്കിൽ വെട്ടിക്കോട്, മണ്ണാറശാല തുടങ്ങിയിട്ടുള്ള ക്ഷേത്രങ്ങൾ, രാഹു ബന്ധമുള്ള ശിവക്ഷേത്രങ്ങൾ, ഇവിടൊക്കെ ഇതിനെ ആരാധിക്കാവുന്നത് നന്നായിരിക്കും. ദശമഹാവിദ്യകളിൽ ചിന്നമസ്ത എന്ന ദേവതയാണ് രാഹുവിൻ്റെ അതിദേവത. അതേപോലെ അഷ്ടോത്തര ശതമുണ്ട് രാഹുവിൻ്റേത്. അതേപോലെ നാഗരാജാവിൻ്റെ അഷ്ടോത്തര ശതമുണ്ട്, അഷ്ടനാഗമന്ത്രങ്ങളുണ്ട്, ഒരുപാട് മന്ത്രങ്ങളും ഇതൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു ഗുരുവിൻ്റെ മുഖത്ത്, നല്ലൊരു ആചാര്യൻ്റെ മുഖത്ത് നിന്ന്, അല്ലെങ്കിൽ നാമങ്ങൾ ജപിക്കാമല്ലോ, അഷ്ടോത്തര നാമങ്ങളൊക്കെ രാഹുവിൻ്റെ ജപിക്കാം. അപ്പോൾ അതൊക്കെ ജപിച്ച് സർപ്പക്ഷേത്രത്തിൽ പോയി തൊഴുത് വേണ്ട പരിഹാരങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക. സർപ്പപ്രീതി വരുത്തുക എന്നുള്ളത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ തറവാട് ക്ഷേത്രങ്ങളിലെ സർപ്പങ്ങൾ, കാവുകൾ, ഇവിടെയൊക്കെ നടത്തുന്ന കാര്യങ്ങൾ നമ്മൾ അതിൽ പങ്കെടുക്കുകയും വേണ്ട പരിഹാരങ്ങൾ ചെയ്യുകയും നന്നായിട്ട് പ്രാർത്ഥിക്കുകയും എണ്ണയും തിരിയൊക്കെ സമർപ്പിക്കുകയും കാവുകളിൽ കഴിയുമെങ്കിൽ എല്ലാ മാസവും പോയി തൊഴുകയും ചെയ്താൽ അതൊരു നല്ല കാര്യം തന്നെയാണ്. ഇനി ജീവിത രീതിയിൽ പ്രധാനമായിട്ടും രാഹുദശ അപഹാര കാലങ്ങളിൽ പ്രധാനമായിട്ടും ഫാൻറ്റസികളിലൊന്നും പോയി തല വെച്ച് കൊടുക്കരുത്, ഊരാൻ പാടായിരിക്കും. അതുപോലെ സെൻസേഷണലായിട്ടുള്ള സബ്ജക്റ്റുകളിലൊന്നും കയറി അഭിപ്രായം പറയരുത്. അത് പിന്നീട് നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റുന്ന രീതികളായിരിക്കും. അപവാദങ്ങൾ, പേരുദോഷങ്ങളൊക്കെ ഉറപ്പായിട്ടും ഉണ്ടാവും. ബ്രേക്കപ്പുകൾ, പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കുടുംബജീവിതത്തിനൊക്കെ ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ ബന്ധങ്ങൾക്കൊക്കെ ഒരുപാട് വില കൊടുക്കുന്നവരാണെങ്കിൽ, നിങ്ങൾക്കൊരു എത്തിക്സ്, നിങ്ങൾക്കൊരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ രാഹുവിൻ്റെ ദശാപഹാര കാലങ്ങളിൽ ചിലപ്പോൾ ഫാൻറ്റസികളിലൊക്കെ പെടും. മനുഷ്യനല്ലേ, നമുക്ക് എപ്പോഴും ഒരേപോലെ ഇരിക്കാൻ പറ്റില്ല. ചിലപ്പോൾ ഉള്ള നമ്മുടെ ബലഹീനതകൾ നമുക്ക് തരും. നമ്മുടെ കർമ്മദോഷം കൊണ്ട് നമ്മൾ ചിലപ്പോൾ ചെന്ന് പെടുന്നത് നാശത്തിൻ്റെ കുഴിയിലേക്കായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ രാഹു ദശാപഹാര കാലങ്ങളിൽ ഇതൊക്കെ ശ്രദ്ധിക്കണം. ഈ വിഷയങ്ങളിലൊന്നും പോയി തലവെക്കാതെ നിങ്ങളുടെ കാര്യം നോക്കി, നിങ്ങളുടെ ലൈഫ് കോഴ്സ് എന്താണോ, അല്ല നിങ്ങളുടെ മെയിനായിട്ടുള്ള നിങ്ങളുടെ പേർപ്പസ് എന്താണോ അതിലേക്ക് മാത്രം ഫോക്കസ്ഡായിട്ട് മുന്നോട്ട് പോവുക. ഈശ്വര സേവയും കൂടെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ രാഹു അതിൽ അനുഗ്രഹിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഇന്ദ്രിയങ്ങളെ ഇളക്കി മറിക്കുന്ന സോഷ്യൽ മീഡിയയിൽ, ഇൻസ്റ്റഗ്രാമിലൊക്കെ ആണെങ്കിൽ തന്നെയും നിങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടുന്ന മാനിപ്പുലേറ്റിംഗ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവേഴ്സിൻ്റെയൊക്കെ ഇതിൽ പോയിട്ട് സമയം കളയാതെ നിങ്ങളുടേതായ കാര്യങ്ങൾ ചെയ്തു പൊയ്ക്കൊണ്ടിരിക്കുക. ഡിസ്ട്രാക്ഷൻ, പ്രൊക്കാസ്റ്റിനേഷൻ, അതിൽ നിന്നൊക്കെ ചാടണം. അതിനകത്തോട്ടൊന്നും പോയി തല വെച്ച് കൊടുക്കരുത്. രാഹു അതിൻ്റെ ആളാണ്, അതിലേക്കൊക്കെ കൊണ്ടുവന്ന് തല വെപ്പിച്ചു കൊടുക്കുന്ന ആളാണ്. ഈ രാഹുവിൻ്റെ ഫാൻറ്റസിയെക്കുറിച്ചുള്ള ഒരു പഠനത്തിൽ കൊടുത്തിട്ടുള്ള ഒരു പാരഗ്രാഫിൽ കൊടുത്തിട്ടുള്ള ഒരു കാര്യമായിരുന്നു, ഡ്രഗ്സ്, സിന്തറ്റിക്സും ഒക്കെ പറയുന്ന പോലെ തന്നെ പോൺ വീഡിയോസിൻ്റെ അഡിക്ഷൻ. അതിൽ നിങ്ങളുടെ ഫാൻറ്റസി ഏതാണെന്ന് അറിയണമെങ്കിൽ പോൺ വെബ്സൈറ്റുകളിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്നത് ഏത് കാറ്റഗറിയിലുള്ളവരാണ് എന്നുള്ളതിനെ അനുസരിച്ചാണ് നിങ്ങളുടെ ഫാൻറ്റസി ഇരിക്കുന്നതെന്ന് ആ പഠനത്തിനകത്ത് കിടപ്പുണ്ടായിരുന്നു. അപ്പം അതിനൊന്നും അഡിക്റ്റ് ആവാതിരിക്കുക. സമയം വല്ലാണ്ട് നിങ്ങളെ കളയും അതിനൊക്കെ. അതേപോലെ അമിതമായിട്ടുള്ള ലൈംഗിക ആസക്തികൾ, അതേപോലെ കൃത്രിമമായിട്ടുള്ള ഭക്ഷണങ്ങൾ, കൃത്രിമമായിട്ടുണ്ടാക്കുന്ന കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്, ഇല്യൂഷൻസ്, ഇതെല്ലാം നിയന്ത്രിക്കാൻ ശ്രമിക്കണം നിങ്ങൾ. ഈ രാഹുവിൻ്റെ അപഹാര കാലഘട്ടത്തിൽ ഈശ്വര സേവയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. മനസ്സെപ്പോഴും മെറ്റീരിയലായിട്ടുള്ള കാര്യങ്ങളിലായിരിക്കും. സെലിബ്രിറ്റി മൈൻഡ് സെറ്റിലേക്കോ അല്ലെങ്കിൽ സെലിബ്രിറ്റികളുടെ ഒരു ലൈഫിനെയൊക്കെ പോലെ അല്ലെങ്കിൽ ഫാൻറ്റസിയൊക്കെ ആയിരിക്കും നിങ്ങൾ ചിന്തിച്ചു കൂട്ടുന്നത്. അല്ല, അതുപോലെ ആവണം. വാസ്തവത്തിൽ പുറമേ കാണിക്കുന്ന പോലല്ല എല്ലാവരുടെയും ജീവിതം. എല്ലാ വ്യക്തികൾക്കും ഭൂമിയിൽ പൂർണ്ണതയില്ലാത്തത് കൊണ്ട് തന്നെ പൂർണ്ണതയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഓരോ ജന്മങ്ങളും, ഓരോ പർപ്പസുമായിട്ട് വരുന്നവരാണ്. അവർക്ക് സുഖവും ഉണ്ടാവും, ദുഃഖവും ഉണ്ടാവും. ഒരു പക്ഷേ സാധാരണക്കാരെക്കാട്ടിലും കൂടുതൽ ദുഃഖിതരായിരിക്കും പല സെലിബ്രിറ്റീസും. അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ ഭയങ്കര ഭ്രമം വരും. അതൊക്കെ നിയന്ത്രിക്കണം. ഈശ്വര കാര്യങ്ങൾ,
നിങ്ങളുടെ സബ്ജക്റ്റിലുള്ള ഫോക്കസ്, വിശ്രമം, അത്യാവശ്യം വിശ്രമം വേണം, ഉറക്കം, നല്ല ഭക്ഷണം. ശനി പഴകിയ ഭക്ഷണങ്ങളോടാണ് താല്പര്യമെങ്കിൽ രാഹു കൃത്രിമമായിട്ടുള്ള ഭക്ഷണങ്ങളോടാണ്. ടേസ്റ്റ് മാത്രമേ നോക്കൂ. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ പെർഫ്യൂംസ്, അതേപോലെ ഇടപെടുന്ന സാഹചര്യങ്ങളിൽ നിന്നും മനുഷ്യരിൽ നിന്നും മാനസികമായിട്ടുള്ള വിഷമേൽക്കാനുള്ള അവസ്ഥ, അതേപോലെ തന്നെ വിഷബാധയ്ക്കുള്ള സാധ്യതകൾ, ഭക്ഷണം, ഫുഡ് പോയിസൺ ഒക്കെ ഉണ്ടാകുന്നത്, ഫുഡ് അലർജി വരാനുള്ള സാധ്യതകൾ, അലർജറ്റിക് രോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ, ഇതിനൊക്കെ സാധ്യതയാണ്. അതുപോലെ വനം, പർവ്വതം, ഒറ്റയ്ക്കുള്ള യാത്രകൾ, അതേപോലെ ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലങ്ങൾ, ഇവിടൊക്കെ പോവാൻ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവും. പക്ഷെ അവിടേക്ക് പോവാതിരിക്കാനും അല്ലെങ്കിൽ ആരെങ്കിലും കൂട്ടിന് കൊണ്ടുപോകാനും ശ്രമിക്കണം. അതുപോലെ തന്നെ കാവുകളിലെ വൃക്ഷങ്ങൾ നശിപ്പിക്കുന്നത്, കാവുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, തണ്ണീർത്തടങ്ങൾ, റിലേഷൻഷിപ്പിൽ ആർക്കും പെയിൻ ഉണ്ടാക്കാതിരിക്കുക, നമ്മൾ ആരെയും യൂട്ടിലൈസ് ചെയ്യാതിരിക്കുക, സർപ്പക്ഷേത്രങ്ങൾ, സർപ്പവിഷയങ്ങൾ, ഇതൊക്കെ നന്നായിട്ട് നോക്കി നടത്തുക, നമ്മളെക്കൊണ്ട് കഴിയാവുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. കരിമരം, നീർമരുത്, കടമ്പ് പോലുള്ള വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കുക. ശത്രുക്കളിൽ നിന്നും, ശത്രുഭവനങ്ങളിൽ നിന്നും, മാനസികമായിട്ട് അകൽച്ചയുള്ളവരിൽ നിന്നും, മാനസിക ബുദ്ധിമുട്ട് തരുന്നവരിൽ നിന്നും, നിങ്ങളെ ഒരിക്കലും മനസ്സിലാക്കിയിട്ടില്ലാത്തവരിൽ നിന്നും, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തരത്തിലുള്ള ഗുണങ്ങളും തരാതെ നിങ്ങളുടെ വളർച്ചയെ മുരടിപ്പിക്കുന്ന ബന്ധങ്ങളിൽ നിന്നും ഒക്കെ ഒന്നകന്ന് നിൽക്കുന്നതും ഈ കാലഘട്ടങ്ങളിൽ നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് നല്ലതായിരിക്കും. മനസമാധാനവും ഉണ്ടാവും. ഇക്കാലങ്ങളിൽ ഇവരിൽ നിന്നൊന്നും വാങ്ങിച്ച് കഴിക്കാതെയും ഇരിക്കുക. കാരണം പലതരത്തിലുള്ള കൈവശങ്ങളുണ്ട്. നമ്മളൊരു വിഷയം ഉണ്ടാക്കുന്ന സമയത്ത് ഉണ്ടാക്കുന്ന ആളുടെ മാനസിക തലം ആ ഡിഷിൽ വർക്ക് ചെയ്യും. അതുപോലെ തന്നെ കൈവശങ്ങൾ, പലതരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളെ പലതരത്തിലത് ബുദ്ധിമുട്ടിക്കാം. ഇതിൽ നിന്നെല്ലാം മാറി നിന്ന്, രാഹു ഇങ്ങനത്തെയൊക്കെ ആളാണ്, ഇതിൽ നിന്നൊക്കെ മാറി നിന്ന് അവനവൻ്റെ കാര്യം നോക്കി വളരെ റിയലിസ്റ്റിക്കായിട്ട് ഭഗവാനെ ആശ്രയിച്ച്, സർപ്പപ്രീതി വരുത്തി, മഹാദേവനെ ആശ്രയിച്ച്, അനന്തശയനായ വിഷ്ണുവിനെ ആശ്രയിച്ച്, നിങ്ങളുടെ ജാതകത്തിൽ രാഹു എങ്ങനെയാണോ എന്ന് വെച്ചാൽ അതിനനുസരിച്ച് മനസ്സിലാക്കി ചെയ്ത് മുന്നോട്ട് പോവുക. ഭൗതികപരമായിട്ട് അനുഗ്രഹിക്കുന്ന ഒരു ഗ്രഹമാണ്. സ്പിരിച്വലി പ്രാർത്ഥിച്ചാൽ അനുഗ്രഹിക്കുന്ന ഒരു ഗ്രഹമാണ്. രാഹുർദശ 18 വർഷമാണ്. പലരുടെയും ജീവിതത്തിൽ രാഹുവിൻ്റെ ദശയിൽ ഹൈലി സക്സസ്ഫുൾ ആവുന്നത് കണ്ടിട്ടുണ്ട്. എനിക്ക് ഒരുപാട് പേരുടെ ജീവിതം അറിയാം. എനിക്കും രാഹുവിൻ്റെ ദശയും അപഹാരമൊക്കെ നന്നായിട്ട് അനുഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ട് ഭൗതികപരമായിട്ട്. മറ്റു പല മേഖലകളിലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഭൗതികപരമായിട്ട് വളർച്ച നമുക്ക് തരികയും ചെയ്യും. അപ്പം എല്ലാവരെയും രാഹു ഭഗവാൻ അനുഗ്രഹിക്കട്ടെ, സർപ്പദൈവങ്ങൾ അനുഗ്രഹിക്കട്ടെ, മഹാദേവൻ അനുഗ്രഹിക്കട്ടെ, അനന്തശയനായിട്ടിരിക്കുന്ന അനന്തപത്മനാഭസ്വാമിയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കേതുവിലേക്ക് പോകാം. അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.